എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നത്. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇത് അന്വേഷണം നടത്തുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഷെർലക് ഹോംസ് ആണ് ഈ അന്വേഷണം നടത്തിയത്? നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം. അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ. ഞങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ തയ്യാറാണ്. ഇതാരാണ് അന്വേഷിച്ചത്? എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമേന്ദ്രനെ മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത്? ഇത് ഞാനൊരു കാര്യം പറയട്ടെ റിയാസ്, ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രന് 71 വോട്ട് കൂടുതൽ കിട്ടിയത് മറക്കണ്ട. നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് അത് അതേപടി കൈയടിച്ച് പാസ്സാക്കാൻ മാത്രം പോഴന്മാരോ പോങ്ങന്മാരോ ഒന്നുമല്ല കേരളത്തിലെ ആളുകൾ. അവരിത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. ഏപ്രിൽ 14 അംഗീകരിക്കാതിരിക്കാൻ ഇവിടെ ഒരു രക്ഷയില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. അതുകൊണ്ട് ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വെല്ലുവിളികളൊന്നും ആളുകളൊന്നും നടത്തണ്ട. അല്ല ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ? ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായ പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും. നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ ആ ഒരു കരാർ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ? ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന് പ്രതിനിധിയായി സ്വയം വരികയാണ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ, ഞങ്ങളൊക്കെ നാടിന് വേണ്ടി ഇടപെടുന്നവരാ. നിങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നും അറിയാം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെ കാണുന്ന എന്റെ നേരെ വന്നാൽ UDF പാദസേവ ചെയ്ത് UDF സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ സമിതിയുടെ പ്രവർത്തനമാണ് ചിലർ നടത്തുന്നത്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പാടില്ല. മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല. P ജയരാജനോ എനിക്ക് പറട്ടെ. ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുണ്ട്. അവര് വരട്ടെ, അവരോട് ഞാൻ പറയാം. കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടോ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? കോഴിക്കോട് CPM-നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ്. ഞാനൊന്ന് പറയട്ടെ, മൂക്ക് കിഴപ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ റിപ്പോർട്ട് വിശ്വസിക്കുകയില്ല. അരിയാഹാരം കഴിക്കുന്നവരല്ല, മൂക്ക് കിഴപ്പോട്ടുള്ളവർ ആരും വിശ്വസിക്കില്ല. അത്ര ഞാൻ പറഞ്ഞു. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നെ ഈ നാട് നന്നായി പോയി. ജയശങ്കർ പറയുന്നതിനൊന്നും മറുപടി പറയാൻ, തെരഞ്ഞെടുപ്പിൽ പലരും തോറ്റിട്ടുണ്ടാവും, പലരും ജയിച്ചിട്ടുണ്ടാവും. മനസ്സിലാക്കി കളഞ്ഞല്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ മഹാന്മാരും തോക്കുന്നവർ മോശവുമാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ ഏറ്റവും സ്വഭാവമാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് റിയാസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാർഡുള്ള ഒരു മെമ്പറാണ്. എനിക്ക് വിശ്വാസം വരുന്നില്ല. PS പ്രചരണം നടത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കുമോ, ജനങ്ങൾ വോട്ട് ചെയ്യുമോ, ഈ പാർട്ടി നിർത്തുന്ന 20 പേരെയും അല്ലെങ്കിൽ 16-4 20 പേരെ വിജയിപ്പിക്കുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. മാമച്ചന്റെ സ്വഭാവത്തിനെ അവന്റെ വീട്ടിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടില്ല. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായിട്ട് UDF എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ അൻവർ അവർക്കെതിരായിട്ട് പറയുന്നത്. ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. അപ്പോ ജോസഫ് സി മാത്യു പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനകത്ത് എന്തോ രഹസ്യം ഇരിപ്പുണ്ട്. ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയില്ല അത്. കാരണം അദ്ദേഹം മലബാറിൽ LDF കാണിക്കുന്ന ഒരു പരീക്ഷണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സ്വന്തം പക്ഷത്തേക്ക് കിട്ടിയില്ല. അപ്പൊ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന ആളുകൾ
അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശ്രീ KC ഹംസ. അതിന് മുമ്പത്തെ ഉദാഹരണങ്ങളാണ് KT ജലീൽ. അനുഭവമുള്ളതാണ്. അപ്പോൾ UDFിൻ്റെ ഘടകകക്ഷികൾ, പ്രധാനമായിട്ട് കോൺഗ്രസ്, ലീഗ്, അവിടെ നിന്നുള്ള വിമതന്മാരെ അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാതെ അറിഞ്ഞും കണ്ടും ഒക്കെ വേണം പെരുമാറാൻ. അതോർത്ത് വിഷമിക്കണ്ട, ഏത് രീതിയോടും പൊരുത്തപ്പെടാൻ നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളെ അടർത്തിയെടുത്തിട്ട് അല്ലെങ്കിൽ അവർ വിമതന്മാരായിട്ട് മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയുമ്പോൾ ചെന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ആണ് ഈ രാഷ്ട്രീയം കളിക്കുന്നത്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? ഇതിനകത്ത് ഇപ്പൊ അൻവറിന്റെ കാര്യത്തില് എനിക്ക് അറിയാത്തൊരു കാര്യം, ഞാനൊരു ഊഹം പറയാണ്, ആരോപണം പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാര്യമാണ് പറഞ്ഞത്. അവര് ഭയക്കുന്ന ചില രഹസ്യങ്ങൾ ഇപ്പോഴും അൻവർ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട്. അത് പിടിച്ചാ തൂങ്ങേണ്ടി വരും. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കും. തെരുവിലിറങ്ങിയിട്ട് കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറയുന്ന പാവപ്പെട്ട അനുയായികൾക്ക് അതൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അതാ നല്ലത്. അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമാണെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. രാഷ്ട്രീയക്കാരെ പറ്റി പണ്ടേ പറയുന്ന ഒരു വാക്ക് പൊതുപ്രവർത്തകർ. എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ. അപ്പോ എന്താണ് അഡീഷണൽ DGP അജിത് കുമാറും RS സംസാരിച്ചത്? അത് രഹസ്യമാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അപ്പോ ഇതിൽ രഹസ്യം വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മലയാളം നിക്ഷിപ്ത താല്പര്യം. ഒരു പാർട്ടിക്ക് നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവേണ്ട വിഷയമല്ല. കാരണം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബഹുജനങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, ദരിദ്രന്മാർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സമത്വത്തിനൊക്കെ വേണ്ടിയുള്ളതാണ്. എത്ര പാടിയിട്ടും ഒരു പ്രയോജനമില്ല ചേട്ടാ. അതിലൊരിക്കലും രഹസ്യം വരാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഊഹിക്കാവുന്നത്. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അപ്പൊ ഇനിയൊരു ഇലക്ഷന് നേരിടുമ്പോ പിണറായി വിജയനെ മുൻനിർത്തി മത്സരിച്ചാൽ ഊർശ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. ഒരു തരത്തിലും ഒരു 25 സീറ്റ് എന്നാണ് അൻവർ പറയുന്നത്, ഒരു മന്ത്രിസഭ ഉണ്ടാവുകയില്ല എന്ന് ഇവർക്കൊക്കെ ഉറപ്പാണ്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. JK, എന്ത് സോഫ്റ്റ്വെയർ സംവിധാനമായിരുന്നു എക്സാലോജിക്കിൽ നിന്ന് ഈ CMRL കമ്പനിക്ക് വേണ്ടത്? CMRL കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടൻസി റിക്വയർമെന്റ് എന്തായിരുന്നു? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തായാലും ഇരിക്കട്ടെ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. മൂവാറ്റുപുഴ MLA-യും കോൺഗ്രസ് നേതാക്കന്മാരും അല്പവിഭവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും മാസപ്പടി എന്ന് അലറി വിളിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ഫ്ലോറുകളിൽ കയറി ഇറങ്ങി നടന്നു. എന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി GST അടച്ചു വാങ്ങിയ തുകയെ സംബന്ധിച്ചല്ലേ പരമപരിശുദ്ധന്മാരായിട്ടുള്ള കർണാടക ROC ഫ്രോഡുലന്റ് ഡൂബിയസ് എന്ന് പറഞ്ഞത്? നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. പലർക്കും പൊള്ളുന്നു. വസ്തുതാപരമായി തന്നെ ശരിയല്ല. It is likely that the scale of dubious transaction may be much larger in CMRL. Is it convenient and comfortable for you? അതന്നെ. Agreed? Agreed. ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.